നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പോലീസ് അന്വേഷിക്കാറുണ്ട്, ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല. നമുക്കറിയാലോ ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയാൽ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്നൊരു പ്രവണത നല്ലതല്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നൊരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ വിവരം അറിയിക്കുന്നത്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചതായിട്ട് കേട്ടു. അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായിട്ടൊരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മുമ്പാണ് തോന്നുന്നത്, എല്ലാ സംഘടനയിൽ നിന്നും 2 അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലുള്ള പല ആളുകൾ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ എല്ലാ സംഘടനയിലും പെട്ട 2 പേരുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കുമെന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചത്. അതും പക്ഷേ ഓരോ കാലഘട്ടങ്ങളിൽ മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. പക്ഷേ പിന്നീട് ആ ഹൈ പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല, അതിപ്പോൾ ഇല്ല, നിലവിലില്ല. അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ടെന്ന് ഒരു ഗ്രൂപ്പിരുന്ന് തീരുമാനിച്ചാൽ എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകും? ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ ഇന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകൻ്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും. അപ്പോൾ അവരെ വെച്ചിട്ടുള്ള കൂടുതൽ സിനിമകളുണ്ടാവും. അത് ഒരാൾക്കും തടയാൻ സാധിക്കില്ല, ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്നു പോകും. അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്ത് നിന്ന് ഒരു പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു മാഫിയാണെന്നൊക്കെ പറയുന്നത്, മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ? മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് പുറകിലൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും പല മേഖലയിലും ചോദിക്കാറുണ്ട്, ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ, അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു? അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ്, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല. അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറകെയാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ആ സക്സസ് ആർക്കാണ് ഉണ്ടാകുന്നത്, ആ സക്സസിൻ്റെ പുറകെ ബാക്കി സിനിമക്കാർ പോവുകയാണ് ചെയ്യുക. അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഈ അമ്മയുടെ പരിപാടിയാണ് ഇതിന് പ്രതികരിക്കാൻ വൈകിയതെന്നല്ലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അന്ന് ഞങ്ങൾ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ നിന്ന് ഞങ്ങളാണ് പ്രതികരണം ആരാഞ്ഞത്. അന്ന് സത്യത്തിൽ ഒഴിഞ്ഞുമാറായിരുന്നു. ഞങ്ങൾ നിർബന്ധപൂർവ്വം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്ത് വന്ന് നിങ്ങൾ 3-4 പേര് പറഞ്ഞത്, പ്രതികരിച്ചത്. അന്ന് പക്ഷേ പറഞ്ഞപ്പോൾ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന്. അതൊട്ടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത മറുപടിയല്ലേ അന്ന് നടത്തിയത്. ഇപ്പോൾ പറഞ്ഞു ഈ അമ്മയുടെ പരിപാടി കൊണ്ടാണ് 2 ദിവസം വൈകിയതെന്ന്. 2 ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം 2 ദിവസം സാവകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല അന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ ഒരാഴ്ച കഴിയട്ടെ, ഒരാഴ്ചക്കകം നമ്മൾ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞത്. മാം, അത് ഞങ്ങളൊരു വേറൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കുക, ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റാണ്. അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു, ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. വാർത്തയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നു. അതിനൊരു സാവകാശം ചോദിച്ചാൽ എന്താണ് തെറ്റ്? അതല്ലെങ്കിൽ 2 വർഷം മുന്നേ മന്ത്രി വിളിച്ച് ചർച്ച നടത്തിയതല്ലേ, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു? അപ്പോൾ ഇല്ല റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. അന്ന് അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ല എന്നോ, അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ കാലഘട്ടം മാറി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനൊരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതിന് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുക. ഞാൻ ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാനൊരു സംഘടനയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എനിക്കതിനൊരു സമയം ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരാഴ്ച കഴിയിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ റിപ്പോർട്ട് എന്താണെന്നൊന്ന് പഠിച്ചോട്ടെ. കാരണം